യൻസിലൂന അലാ അബ്വാബിൽ മസാജിദി, പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവരെ ഇറങ്ങും. നമ്മളൊക്കെ അങ്ങനത്തെ ഇറങ്ങുന്നത്, പള്ളിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു, വാഹനത്തിൽ വന്ന് കയറി ഇറങ്ങുന്നു. അവർ പള്ളി പോകുന്നുണ്ട് എങ്ങനെ? വാഹനത്തിൽ, കാറിൽ. നിസാഉഹും കാസിയാത്തുൻ ആരിയാത്തുൻ അലാ റൂസുഹിന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്. അവര് പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട്. അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവർ. തലയിൽ പൂഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ, മുടിയുടെ സ്റ്റൈല് മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ. ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു സമൂഹം വരും. പറഞ്ഞ വാപ്പാക്ക് ഭയങ്കര ദീന, വാപ്പ പള്ളിയുടെ പ്രസിഡന്റാ, മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ, അവർക്ക് നിസ്കാരമില്ല, ഹിജാബുമില്ല, ഒന്നുമില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഉലമാ പറയാ, കാറുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാകണം ഇത്, നമുക്കറിയില്ല. പക്ഷെ തങ്ങൾ പറഞ്ഞു, ഒട്ടകക്കട്ടില് പോലെ മിനുമിനുത്ത പരവതാനി കൊണ്ടുണ്ടാക്കിയതിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നവർ, യൻസിലൂന, അവര് വന്നിറങ്ങും എന്ന് പറഞ്ഞ വാഹനമാണ്. അതുകൊണ്ട് യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ വാതിലുകളിൽ വന്നവർ ഇറങ്ങും. ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്ത്, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ പോകുന്ന പള്ളിയിലേക്കാണ്, മക്കള് പോകുന്ന പള്ളിയിലേക്കാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ ഉമ്മമാർ, അവിടുത്തെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവർ, അല്ലാഹുവിനെ ഭയപ്പെടാത്തവർ, ശരീരം മറക്കാത്തവർ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവർ. അങ്ങനെ വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല. ഹെയർ സ്റ്റൈലുകളൊക്കെ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ആടുന്ന പോലെ തലയുടെ മുകളിലേക്ക് മുടിക്കെട്ടുകൾ വലിച്ചു കെട്ടുകയും, അങ്ങനെ നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ആടുന്ന പോലെ അവരുടെ തലയിലെ മുടിക്കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ, ഇൽഅനൂഹുന്ന, നിങ്ങൾ അവരെ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്ത്, അവർ ശപിക്കപ്പെട്ടവരാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി. ലൗ കാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം, നിങ്ങൾക്ക് പിറകെ വേറെയും സമുദായങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, ലഖദംന നിസാഉകും നിസാഅഹും, അറബി പെണ്ണുങ്ങൾ അവർ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേല ചെയ്യാൻ പോകുന്ന കാലം വരും. ഗൾഫ് നാട്ടിലെ പെട്രോളൊക്കെ തീർന്നിട്ടേ ഇന്ത്യയിൽ വല്ല പെട്രോളോ വല്ല കെമിക്കലോ കണ്ടുപിടിച്ചിട്ട് അവരൊക്കെ ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വരുമെന്നാവോ അല്ലാഹു ആലം. തങ്ങൾ പറയാ, അറബി പെണ്ണുങ്ങൾ അനർബികളായ ആളുകൾക്ക് വേലക്ക് വരുന്ന കാലം വരും. അവരുടെ വിഷ്കാരമാർ, അവരുടെ ഖാദിമത്തുകൾ അറബി പെണ്ണുങ്ങളാകാൻ പോകുന്നുണ്ട്. ഏതുപോലെ കമാ യഖ്ദുംനകും നിസാഉൽ ഉമമി ഖബ്ലകും, അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലെ. അറബി പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെ ആരാ? അറബികളുടെ വീട്ടിൽ ഫിലിപ്പീനികള്, ഇന്തോനേഷ്യക്കാർ, മലേഷ്യക്കാർ, എത്യോപ്യക്കാർ, ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായവർ, അനർബികളായ ആളുകൾ, അവർ വന്ന് നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന പോലെ ഇനിയും കാലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, കാലം മുന്നോട്ട് പോകുമ്പോൾ അറബികളായ പെണ്ണുങ്ങൾ അനർബികൾക്ക് വേലക്ക് വരുന്ന കാലം വരും. റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി അങ്ങോട്ടാ പോകാൻ പോണത്. എന്നിപ്പോ ഈ പെട്രോൾ ഡീസൽ ഉണ്ടാവോ? തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, അല്ലാഹു എല്ലാ കാലത്തും എല്ലാ സമുദായത്തിനും എന്നും ഐശ്വര്യം കൊടുക്കൂല. കുറച്ചു കാലം പിന്നെ വേറെള്ളവർക്ക് കൊടുക്കും, അവരിന്ന് എടുത്തിട്ട് മാറ്റിക്കൊടുക്കും. ഇങ്ങനെ അല്ലാഹു മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ പെണ്ണുങ്ങളുടെ കോലം കെട്ടി നടക്കുന്നത്, പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ കോലത്തിൽ നടക്കുന്നത്, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ ഉടുക്കുന്ന വസ്ത്രം, പുരുഷന്മാരുടെ വേഷം പെണ്ണുങ്ങൾ ധരിക്കുകയും പെണ്ണുങ്ങളുടേത് പുരുഷന്മാർ ധരിക്കുകയും ചെയ്യുന്നത്.
അയ്യുമംറഅത്തിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു പെണ്ണും പുരുഷവേഷം കെട്ടുന്നത്, ഏതൊരു പുരുഷനും സ്ത്രീവേഷം കെട്ടുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കലാപരിപാടികൾക്കാകാം, ഗാനമേളകൾക്കാകാം, മോണോ ആക്ടുകൾക്കാകാം, നാടകങ്ങളിലേക്കാകാം. പുരുഷന്മാർ പെണ്ണിന്റെ കോലം, ആൺകുട്ടികൾ പെൺകുട്ടികളായും പെൺകുട്ടികൾ ആൺകുട്ടികളായും സ്ക്രീനിലും സ്റ്റേജിലും പ്രത്യക്ഷപ്പെടുന്നത് എത്ര ഗൗരവത്തിലാ തങ്ങൾ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്ന ഒരു വിഷയം, തസദ്ദുറുസ് സുഫഹാഇ, വിവരമില്ലാത്ത മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ അഭിപ്രായം പറയുക. ചാനലുകാരന്റെ മുമ്പിൽ പോയിട്ട് മൈക്ക് പറയുന്നത് ആരാ? മുസ്ലിമിന്റെ അഭിപ്രായം പറയുന്നത് വിവരമില്ലാത്ത മനുഷ്യന്മാർ. ഹദീസ് നോക്കൂ, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിലുണ്ട്, സിനൂന ഖദ്ദാഅ, മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന ചില കാലഘട്ടങ്ങൾ, ചില വർഷങ്ങൾ കടക്കാൻ പോകുന്നുണ്ട്. യുത്തഹമു ഫീഹൽ അമീനു വയുഅ്തമനു ഫീഹൽ മുത്തഹമു വയന്തിഖു ഫീഹർ റുവൈബിള, നുണ പറയുന്നവരെ വിശ്വസിക്കപ്പെടുകയും സത്യസന്ധത പറയുന്നവരെ അവിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. വയന്തിഖു ഫീഹർ റുവൈബിള, റുവൈബിളകളായിരിക്കും അന്ന് സംസാരിക്കുക. അവർ ചോദിച്ചു, വമർ റുവൈബിള, ആരാണ് നബിയേ റുവൈബിള? ഖാല അസ്സഫീഹു യന്തിഖു ഫീ അംറിൽ ആമ്മ, മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ, മുസ്ലിമീങ്ങളുടെ പൊതുകാര്യത്തിൽ വിവരമില്ലാത്ത മനുഷ്യന്മാർ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ വിഷയം, പർദ്ദ ധരിക്കണമോ വേണ്ടയോ എന്ന് പറയുന്നത്, മുഖം മറക്കണോ വേണ്ടേ എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളുടെ സംസ്കാരം പറയുന്നത്, പെൺകുട്ടികളുടെ വിവാഹപ്രായം പറയുന്നത്, മുസ്ലിം പേരുള്ള ചില വിഡ്ഢികൾ പറയുന്ന കാലം. സഫീഖ് പറയാ, വിവരക്കേടുകൾ പറയുക. ഫീ അംറിൽ ആമ്മ, സ്വന്തം അഭിപ്രായം പറയേണ്ട സ്ഥാനത്ത് മുസ്ലിമീങ്ങളുടെ പൊതുവായ സംസ്കാരത്തെക്കുറിച്ച്, മുസ്ലിമീങ്ങളുടെ പൊതുവായ ആചാരങ്ങളെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവൻ പൊതുവേദികളിൽ സംസാരിക്കുന്ന കാലം. എന്താണ് പറഞ്ഞ വാക്കിനർത്ഥം? ചാനലുകാരന്റെ മൈക്കിന്റെ മുമ്പിലേക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര്? പണ്ഡിതന്മാരല്ല, ആലിമീങ്ങളല്ല, മുസ്ലിമീങ്ങളുടെ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ആളുകളല്ല, റുവൈബിള, ആരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ, ഇസ്ലാമിന്റെ വിഷയത്തിൽ അതോറിറ്റി ഇല്ലാത്ത ആളുകൾ, ഇസ്ലാമിന്റെ കാര്യം പറയാൻ അടിസ്ഥാന യോഗ്യത പോലുമില്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ തുടങ്ങുന്നത് അന്ത്യനാളിന് മുമ്പ് വരുന്നുവെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കും. അവിടുന്ന് പറഞ്ഞു, യകൂനു സലാമു ലിൽ മഅരിഫ, അറിയുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുന്ന കാലം വരും. അറിയുന്നവര് മാത്രം, പരിചയക്കാരോട് മാത്രം അസ്സലാമു അലൈക്കും, അല്ലാത്തവരോട് മിണ്ടൂല. മുസ്ലിമാണെന്നറിയാം, അവന്റെ ചേലും കോലം കണ്ട മുസ്ലിമാണെന്നറിയാം, ഇറങ്ങി വരുന്ന പള്ളിയിലാണ്, പക്ഷെ മിണ്ടൂല.